ഹായ് ഹലോ ഇറ്റ്സ് മീ പ്രീതി. അപ്പോൾ നമ്മുടെ ഓണം പർച്ചേസൊക്കെ നല്ല ഉത്രാട ദിനത്തിൽ നല്ല തകൃതിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അമ്മ ഉള്ളി പറക്കുന്ന തിരക്കിലാണ്. സോ നമ്മൾ കുറച്ച് സാധനങ്ങൾ പായസത്തിൻ്റെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങി. ഇപ്പോൾ നമ്മൾ പുനലൂർ വിസ്മ മാർട്ടിലാണുള്ളത്. ഇവിടെ നമ്മൾ കുറച്ച് വിലക്കുറവുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പുനലൂർ മാർക്കറ്റിലോട്ട് പോകും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അമ്മ ഹാപ്പി ഓണം. അമ്മ ഒരു വർഷത്തേക്ക് ഉള്ളി പറക്കുന്ന ആവേശം പോലെ അമ്മ ഉള്ളി പറക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 കിലോ ഉള്ളി 100 രൂപയ്ക്ക്. ഷീസ് വെരി ബിസി. കൊച്ചിന് ഇതാ എന്തൊക്കെയോ അരി പൊരി സാധനങ്ങളൊക്കെ തപ്പി പറക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിസ്മയെന്നുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും പച്ചക്കറി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ഇനി കുറച്ച് ചന്തയിൽ പോയി നമ്മുടെ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വേണം നമുക്കിനി വണ്ടി കയറാൻ. സോ നമുക്കിനി ചന്തയിലോട്ട് പോവാം. ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇതാണ് ഇവന്മാരുടെ തോക്കേട്. ഒരു കാര്യമില്ലാതെ അമ്മയുടെ കൊച്ചു കൊച്ചു പരിഭവങ്ങളൊക്കെ അങ്ങനെ നമ്മൾ പച്ചക്കറി കടയിൽ വന്നു. കുറച്ച് പച്ചക്കറി കൂടെ വാങ്ങാനുണ്ട്. സോ ഇഞ്ചി എന്തോ വാഴയ്ക്ക അങ്ങനെയൊക്കെ കുറച്ച് സാധനം കൂടെ. അപ്പോൾ അതുകൂടെ വാങ്ങിച്ചിട്ട് വേണം നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് ഒരു വൈകുന്നേരം സമയം അപ്പോൾ ഉത്രാട ചന്ത കാണാൻ വേണ്ടി നമ്മൾ പുനലൂർ ടൗണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഉത്രാട ചന്തയിലെ തിരക്കും കാര്യങ്ങളും ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. സോ ഇതിലേക്ക് തള്ളാനൊരു പ്രത്യേക തരം സുഖമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു രസത്തിന് നമ്മളിങ്ങനെ തള്ളി പോകുന്നു. സോ ഇവിടെ എന്തോ ഒരു കൂട്ടം ചവിട്ടി നമുക്കൊരു ചവിട്ടി മേടിച്ചിട്ട് പോകാം. അങ്ങനെ നമ്മൾ 3 എണ്ണം 100 രൂപയ്ക്ക് ഇവിടെ നിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ട്. 3 എണ്ണം 100 രൂപയ്ക്ക്. 3 എണ്ണം 100 രൂപയ്ക്ക് നമ്മൾ 3 ചവിട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആ വാഴയ്ക്ക വാങ്ങലാണ്. ഒരു ബസ് വന്ന് മറിഞ്ഞു പോയി. ഈ വാഴക്കൊലകളിലേക്കാണ് നമ്മളുടെ പോക്ക്. സോ വാഴക്കൊല 2 കിലോ 100 രൂപ. നമ്മുടെ കൈലിമുണ്ടും കാര്യങ്ങളും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഉത്രാട ചന്തയിൽ തെള്ളി ഇടിച്ച് നമ്മളിനി വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. നേരെ നമ്മളിനി ഉത്രാട ചന്ത കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട്. അധികം അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. സോ തൂക്കുപാലത്തിലോട്ടൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേ പോകാവുന്നതാണ്. കാരണം തിരക്ക് കാരണം അനങ്ങാൻ വയ്യ. അപ്പോൾ നമുക്ക് തൂക്കുപാലത്തിലേക്കുള്ള യാത്ര നെക്സ്റ്റ് ഡേ ആക്കിയിട്ട് നമ്മൾ ഒരുപാട് നടന്ന് ക്ഷണിച്ചു.